തമിഴ്നാട്ടിലെ ചരിത്രത്തിൽ ഇടം നേടുന്ന വിജയം നേടി അധികാരക്കസേരയിലേക്ക് എത്തിയിരിക്കുകയാണ് ടി.വി.കെ നേതാവും നടനുമായ വിജയ്. ഇത്തരമൊരു വിജയ് നേടുമെന്ന് എതിരാളികൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എക്സിറ്റ് പോളുകളിലും വിജയ്ക്ക് വലിയ വിജയസാധ്യതയില്ലായിരുന്നു. എന്നാൽ എല്ലാ മുൻവിധികൾക്കിപ്പുറമാണ് ജനങ്ങളുടെ മനസ്സിൽ തനിക്കുള്ള സ്ഥാനമെന്ന് വിജയ് തെളിയിച്ചിരിക്കുന്നു. ടി.വി.കെ എന്ന പാർട്ടി രൂപീകരിച്ച് 2 വർഷത്തിനുള്ളിലാണ് വിജയ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ യാതൊരു മുൻപരിചയവും ഇല്ലാത്ത വിജയുടെ കയ്യിൽ തമിഴ് ജനതയുടെ ഭാവി സുരക്ഷിതമാണോ എന്ന ചോദ്യവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രകടന പത്രികയിൽ ടി.വി.കെ നടത്തിയ വാഗ്ദാനങ്ങൾ നടപ്പിലാകുമോ എന്ന് കണ്ടറിയണം. ഇതിനിടെ വിജയുടെ വസതിയിലേക്ക് ജ്യോത്സ്യൻ രതൻ പണ്ഡിറ്റ് വന്ന വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. വിജയെ നേരിൽ കണ്ട് ആശംസകൾ അറിയിച്ച ശേഷമാണ് ഇദ്ദേഹം മടങ്ങിയത്. വെറുമൊരു ജ്യോത്സ്യനല്ല വിജയ്ക്ക് രതൻ പണ്ഡിറ്റ്. വിജയ്ക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാനാകുമെന്ന് നേരത്തെ തന്നെ പ്രവചിച്ചയാളാണ്. സുനാമി പോലെ അലയടിക്കുന്ന വിജയമായിരിക്കും ടി.വി.കെക്ക് എന്നാണ് രതൻ പണ്ഡിറ്റ് പ്രവചിച്ചത്. പറഞ്ഞതുപോലെ സംഭവിക്കുകയും ചെയ്തു. രതൻ പണ്ഡിറ്റിന്റെ പ്രവചനം നടക്കില്ലെന്നാണ് പലരും കരുതിയത്. എന്നാൽ ചില്ലറക്കാരനല്ല ഈ ജ്യോത്സ്യൻ. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് വേണ്ടപ്പെട്ട ജ്യോത്സ്യനായിരുന്നു ഇദ്ദേഹം. പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് രതൻ പണ്ഡിറ്റുമായി ജയലളിത കൂടിയാലോചന നടത്താറുണ്ടായിരുന്നു. ഇന്ന് വിജയ് അതേ സ്ഥാനം രതൻ പണ്ഡിറ്റിന് നൽകുന്നു. ടി.വി.കെയുമായി അടുത്ത് സഹകരിക്കുന്നയാളാണ് രതൻ പണ്ഡിറ്റ്.